പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ക ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ ഇനി നമ്മൾ തുടർന്ന് പഠിക്കുന്നത് സൂറത്തുൽ ബഖറയിലെ 171 വചനമാണ്. വമസലുല്ലദീന കഫറു കമസലില്ലദീ യൻഇഖു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യഅഖിലൂൻ. ഇതാണ് പ്രസ്തുത വചനം. ഈ വചനം തൊട്ടു മുമ്പത്തെ ആയത്തുമായി ആശയത്തിൽ ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന വചനമാണ്. അൽ ഫഖ്റുർ റാസി തഫ്സീറിൽ ഈ വിഷയസംബന്ധമായി പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചതിനെ പിൻപറ്റുവാൻ അവിശ്വാസികൾ വിളിക്കപ്പെടുന്ന സന്ദർഭത്തിൽ തറക്കുൻ നദ്റ വത്തദബ്ബുർ, ചിന്ത നടുന്നതും ആലോചിക്കുന്നതും അവർ വർജിക്കുകയും വഅഖ്ലദു ഇല തഖ്ലീദ്, അനുകരണത്തിലേക്ക് അവർ പൂണ്ടുപോവുകയും ചെയ്യും. വഖാലു, അവർ പറയും, ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ കണ്ടുപരിചയിച്ചതെല്ലാം ഞങ്ങൾ പിൻപറ്റും, അള്ളാഹു അവതരിപ്പിച്ചത് ഞങ്ങൾ വിഗണിക്കും. ഇത് അവിശ്വാസികളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞപ്പോൾ തുടർന്ന് ഈ ആയത്തിൽ അള്ളാഹു അവർക്കൊരു ഉപമ വിശദീകരിക്കുകയാണ്. ദറബ ലഹും ഹദൽ മസൽ, ഈ ഒരു ഉപമ അള്ളാഹു അവർക്ക് വിശദീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ ആയത്തിൽ ഇത്തരം അവിശ്വാസികൾക്കുള്ള ഉപമയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ആ ഉപമയിൽ കന്നുകാലികളുടെ സ്ഥാനത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചിന്തയും നിരീക്ഷണവും ആലോചനയും വെടിഞ്ഞ് അന്ധമായ അനുകരണത്തിൽ പൂണ്ടുപോയവരെ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ളത്. വമസലുല്ലദീന കഫറു, അവിശ്വസിച്ചവരുടെ ഉപമ അല്ലെങ്കിൽ വിശേഷണം, കമസലില്ലദീ യൻഇഖു, ഒച്ച വെക്കുന്നവൻ്റെ വിശേഷണം പോലെയാകുന്നു, ഉപമ പോലെയാകുന്നു. ഒച്ച വെക്കുന്നവൻ ആരോടാണ് ഒച്ച വെക്കുന്നത്? ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ, ദുആ വിളിയാണ്, നിദാ തെളിയാണ്. വിളിയും തെളിയും അല്ലാതെ കേട്ട് ഗ്രഹിക്കാൻ കഴിയാത്ത കാലികളെയാണ് ഒച്ച വെച്ച് വിളിക്കുന്നത്, കന്നുകാലികളോടാണ് ഒച്ച വെക്കുന്നത്. ആയത്തിൽ വമസലുല്ലദീന കഫറു കമസലില്ലദീ യൻഇഖു, മസൽ നമുക്ക് മുമ്പ് പലയിടത്ത് വന്ന പ്രയോഗമാണിത്. ഈ സൂറത്തിൽ തന്നെ മസലുഹും കമസലില്ലദീ ഇസ്തൗഖദ നാറ, അതേപോലെ വഖാലല്ലദീന ലാ യഅലമൂന ലൗലാ യുകല്ലിമുനല്ലാഹു ഔ തഅതീനാ ആയ കദാലിക ഖാലല്ലദീന മിൻ ഖബ്ലിഹിം മിസ്ല ഖൗലിഹിം. ഇവിടങ്ങളിലൊക്കെ നമ്മൾ ഈ മസലിനെ കുറിച്ച് പഠിച്ചു പോയിട്ടുണ്ട്. മസൽ, മിസിൽ, തുല്യം, സമാനം എന്ന അർത്ഥത്തിൽ വരും. അതേപോലെ തുല്യൻ, സമാനൻ എന്ന അർത്ഥത്തിൽ വരും. അശ്ശബീഹു വൻ നദീർ, അതേപോലെ ഉപമ എന്ന അർത്ഥത്തിൽ വരും. അതേപോലെ അസ്വിഫ, വിശേഷണം എന്ന അർത്ഥത്തിൽ വരും. നമ്മുടെ ഈ ആയത്തിൽ ഉപമ എന്ന അർത്ഥത്തിലും അതേപോലെ വിശേഷണം എന്ന അർത്ഥത്തിലും ഉദ്ദേശമാണ്. മസലുൽ ജന്നത്തില്ലതി വുഇദൽ മുത്തഖൂൻ, മുത്തഖികൾ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിൻ്റെ വിശേഷണം സഹാബികളെക്കുറിച്ച് പറഞ്ഞില്ലേ? ദാലിക മസലുഹും ഫിത് തൗറാത്ത്, തൗറാത്തിൽ അവരുടെ വിശേഷണം ഇതാകുന്നു എന്ന്. വമസലുഹും ഫിൽ ഇൻജീൽ, ഇൻജീലിൽ സഹാബികളുടെ വിശേഷണം എന്ന് പറഞ്ഞൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല മസൽ എന്നത് പ്രയോഗിച്ചു. വിശേഷണം, വിവരണം എന്ന അർത്ഥത്തിൽ. അതേപോലെ ഉപമ എന്ന അർത്ഥത്തിലും മസൽ വരും. അതൊക്കെ നമ്മൾ പഠിച്ചു പോയതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ വമസലുല്ലദീന കഫറു, അവിശ്വസിച്ചവരുടെ വിശേഷണം അല്ലെങ്കിൽ അവരുടെ ഉപമ, കമസലില്ലദീ യൻഇഖു, ബഹളം വെക്കുന്നവൻ്റെ, ഒച്ച വെക്കുന്നവൻ്റെ ഉപമ പോലെ അല്ലെങ്കിൽ വിശേഷണം പോലെയാകുന്നു എന്നാണ് പറയുന്നത്. യൻഇഖു, നഇഖ, യൻഇഖു, നഅഖൻ എന്ന് പറഞ്ഞാൽ ഒച്ച വെച്ച് വിളിക്കുക, പ്രത്യേകിച്ച് കാലികളെ, അതിൽ തന്നെയും ആടുകളെ. ഫൻഅഖ് ബിദനിക യാ ജരീറു ഫഇന്നമ മന്നത്ക നഫ്സുക ഫിൽ ഖലാഇ ളലാല എന്ന് അമവി കവി അഖ്തൽ ജരീർ എന്ന കവിയെ വിളിച്ച് പറയുന്നുണ്ട്. ഫൻഅഖ് ബിദനിക്, നിൻ്റെ ആടുകളെ നീ ബഹളം വെച്ച് വിളിക്ക്, അതിനോട് നീ ഒച്ച വെക്ക് എന്ന ആശയത്തിൽ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലയദഅന്ന അഹ്ലുൽ മദീനത്തിൽ മദീന, മദീനക്കാർ മദീനയെ വിട്ടൊഴിയും. അലാ ഖൈരി മാ കാനത് മുദല്ലലതൻ മുർത്തിബതൻ മൂനിഅതൻ,
മദീന വാസയോഗ്യവും ഫലഭൂയിഷ്ടവും ധന്യവുമായിരിക്കെ തന്നെയാണ് ആളുകൾ മദീനയെ വിട്ടൊഴിയുക. ലാ യഗ്ഷാഹ ഇല്ലൽ അവാഫി. അപ്പോൾ മദീനയിൽ വന്നു നിറയുക വന്യജീവികളും പറവകളും ആയിരിക്കും. വ ആഖിറു മൻ യുഹ്ശർ അർറാഇയാനി മിൻ മുസൈന. അവസാനം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വ്യക്തികൾ മുസൈന ഗോത്രത്തിൽ നിന്നുള്ള 2 ഇടയന്മാരായിരിക്കും. യുരീദാനിൽ മദീന. അവർ മദീനയെ ലക്ഷ്യമാക്കി വരും. യൻഇഖാനി ബിഗനമിഹിമ. അവർ മദീനയെ ലക്ഷ്യമാക്കി വരുന്നത് അവരുടെ ആടുകളെ വിളിച്ചുകൊണ്ടാണ്. ഈ 2 മുസൈനക്കാർ ആടുകളെ വിളിച്ച് മദീനയിലേക്ക് വരുമ്പോൾ ഫയജിദാനിഹ വുഹൂഷൻ ഹത്ത ഇദാ ബലഗ സനിയത്തൽ വദാ ഖറ അല വുജൂഹിഹിമ. മദീന നിറച്ച് വന്യമൃഗങ്ങൾ, ആൾതാമസമില്ലാത്തതിനാൽ വന്യമൃഗങ്ങൾ നിറഞ്ഞ മദീന. ഈ 2 മുസനികൾ മദീനയുടെ അതിർത്തിയിൽ സനിയത്തുൽ വദായിലെത്തിയിട്ടുണ്ടെങ്കിൽ ഈ രംഗം കണ്ട് ഖറ അല വുജൂഹിഹിമ, അവരവരുടെ മുഖം കുത്തി വീഴും എന്നാണ് ഈ ഹദീസിൽ പ്രയോഗമുള്ളത്. അന്ത്യനാൾ സംഭവിക്കുന്നതോടനുബന്ധിച്ചുള്ള വിശുദ്ധ മദീനയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണിത്. ഇവിടെ ഞാനിത് കൊണ്ടുവന്നത് മുസനികൾ 2 പേർ മദീനയെ ലക്ഷ്യമാക്കി വരും. യൻഇഖാനി ബിഗനമിഹിമ. അവരുടെ ആടുകളെ വിളിച്ചുകൊണ്ട് തെളിച്ചുകൊണ്ട് എന്ന പ്രയോഗം മനസ്സിലാക്കാനാണ്. കാലികളെ വിളിക്കുന്നതിന്, കാലികളോട് ഒച്ച വെക്കുന്നതിന് പ്രയോഗിക്കുന്ന പദമാണ് പൊതുവെ നഈഖ യൻഇഖു എന്നത്. എന്നാൽ കാലികളല്ലാത്തതിന് ഒച്ച വെക്കുന്നതും ഈ പ്രയോഗമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇടിനാദം കേട്ടാൽ സുബ്ഹാനല്ലദീ സബ്ബഹ്ത ലഹു എന്ന് പ്രതികരിക്കുമെന്നാണ്. ഇടിനാദത്തോട് നീ തസ്ബീഹ് നിർവഹിച്ചവൻ പരിശുദ്ധൻ സുബ്ഹാൻ, അവൻ്റെ തസ്ബീഹ് ഞാൻ വാഴ്ത്തുന്നു. എന്നിട്ട് അദ്ദേഹം പറയുമെന്നാണ് ഇന്നർ റഅദ മലകുൻ യൻഇഖു ബിൽ ഗൈസ് കമാ യൻഇഖു റാഇ ബിഗനമിഹി. റഅദ് എന്നാൽ അതൊരു മലക്കാണ്. യൻഇഖു ബിൽ ഗൈസ്, മഴയെ അത് വിളിക്കുന്നു, അല്ലെങ്കിൽ മഴക്കായി അത് ഒച്ച വെക്കുന്നു. ഒരു ഇടയൻ തൻ്റെ ആടുകളോട് ഒച്ച വെക്കുന്നത് പോലെ. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അനുബന്ധമായി പറയാറുള്ളത് എന്നാണ്. ഇവിടെ മഴക്കായി ഒച്ച വെക്കുന്നു എന്നുള്ളതിന് യൻഇഖു ബിൽ ഗൈസ്, ഇടയൻ ആടുകളോട് ഒച്ച വെക്കുന്നു എന്നുള്ളതിന് യൻഇഖു റാഇ ബിഗനമിഹി. അപ്പോൾ ഈ ഒച്ച വെക്കുന്നത് കാലികളോട് മാത്രമല്ല എന്നത് മനസ്സിലാക്കാനാണ് ഈ പ്രയോഗം. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇബ്കീൻ വയ്യാകുന്ന വനഈഖ ശൈത്താൻ. നിങ്ങൾ കരഞ്ഞോളി, പക്ഷേ ഷെയ്ത്താൻ്റെ നഈഖ് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ മദീനയിൽ മരണപ്പെട്ട സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സന്നിഹിതമായിരുന്നു. ഉസ്മാൻ ഇബ്നു മദ്ഊൻ്റെ ഭാര്യ ഹനി അല്ലക്കൽ ജന്ന, ഉസ്മാൻ ഇബ്നു മദ്ഊൻ, അദ്ദേഹത്തെ പേര് വിളിച്ച് അങ്ങേക്ക് സ്വർഗമുണ്ട്, മംഗളം എന്ന് പറയുകയാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയെ നോക്കി വമാ യുദ്രീക്, ഉസ്മാൻ ഇബ്നു മദ്ഊന് സ്വർഗമുണ്ടെന്ന് തീർപ്പാക്കാൻ അത് നിങ്ങളെ അറിയിക്കുന്ന വിഷയം എന്താണ്? അപ്പോൾ അവർ പറയുന്നുണ്ട്, മഹദി യാ റസൂലല്ലാഹ് ഫാരിസുഖ് വസാഹിബുഖ്, നിങ്ങളുടെ അശ്വഭടനല്ലേ, നിങ്ങളുടെ സഹചാരിയല്ലേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി ഇന്നി റസൂലുള്ളാഹ് വമാ അദ്രി മാ യുഫ്അലു ബി, അള്ളാഹുവാണ്, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, എന്നെക്കൊണ്ട് എന്ത് ചെയ്യപ്പെടും എന്നുള്ളത് എനിക്ക് അറിയില്ല. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പ്രതികരണം വന്നതിൽ പിന്നെ ആളുകൾക്ക് വലിയ വിഷമമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രയോഗം നടത്തി, ഇൽഹഖി ബി സലഫിൻ അൽ ഖൈർ ഉസ്മാന ഇബ്നി മദ്ഊൻ. സൈനബിനെ തിരുനബി യാത്രയാക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നമ്മുടെ ഉത്തമനായ പൂർവികൻ ഉസ്മാൻ ഇബ്നു മദ്ഊനോട് നിങ്ങൾ ചെന്ന് ചേരൂ. സൈനബിനെ മറമാടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗമാണ്. അവിടെ ഉസ്മാൻ ഇബ്നു മദ്ഊനെ കുറിച്ച് സലഫിൻ അൽ ഖൈർ, ഉത്തമനായ നമ്മുടെ മുൻഗാമി എന്ന പ്രയോഗം കേട്ടപ്പോൾ സ്ത്രീ ജനങ്ങൾ കരഞ്ഞു എന്നാണ്. അപ്പോൾ ഉമർ ആ സ്ത്രീകളെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനെ തടഞ്ഞ് മഹ്ലയ്യ ഉമറു എന്ന് പറഞ്ഞു. അവിടെയാണ് ഇബ്കീൻ വയ്യാകുന്ന വനഈഖ ശൈത്താൻ, നിങ്ങൾ കരഞ്ഞോളൂ, പക്ഷേ ഷെയ്ത്താൻ്റെ നഈഖ് നിങ്ങൾ സൂക്ഷിക്കണം, ഷെയ്ത്താൻ്റെ ഒച്ചവെക്കൽ, ബഹളം വെക്കൽ സൂക്ഷിക്കണം എന്ന് പറയുകയാണ്. ഇന്നഹു മഹ്മാ കാന മിനൽ ഐനി വൽ ഖൽബ്, കരച്ചിൽ ഖൽബിൽ നിന്നും കണ്ണിൽ നിന്നുമാകുമ്പോൾ ഫമിൻ അല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നാണ്. വമിനർ റഹ്മ, കാരുണ്യത്താലുമാണ്. വമാ കാന മിനൽ യദി വൽ ലിസാൻ, മാറത്തടിച്ചും ബഹളം വെച്ചും ഒച്ച വെച്ചുമാകുമ്പോൾ ഫമിന ഷെയ്ത്താൻ, അത് ഷെയ്ത്താനിൽ നിന്നുമാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഈഖ ഷെയ്ത്താൻ എന്ന് പറഞ്ഞു, ഷെയ്ത്താൻ്റെ ഒച്ചവെക്കൽ, ബഹളം വെക്കൽ. ഞാനിതൊക്കെ ഉണർത്തിയത് കമസലില്ലദീ യൻഈഖു, ഒച്ച വെക്കുന്നവൻ്റെ, ബഹളം വെക്കുന്നവൻ്റെ ഉപമ പോലെ എന്നുള്ളതിൽ
ഒച്ച വെക്കുന്നതിന്, ബഹളമുണ്ടാക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് യൻഇഖു എന്നാണ്. ആ ക്രിയയുടെ പ്രത്യേകതയും തേട്ടവും മനസ്സിലാക്കാനാണ് ഇക്കാര്യം ഇത്രയും വിശദീകരിച്ചത്. നന്നായി ഒച്ചയിടുക, ഉച്ചേസ്തരം വിളിക്കുക, ഇതൊക്കെയാണ് ഈ ക്രിയയുടെ അർത്ഥം. പ്രത്യേകിച്ച് മിണ്ടാപ്രാണികളെ വിളിക്കാനും തെളിക്കാനും ഒച്ചയിടുക എന്നതാണ് ഈ ക്രിയ തേടുന്നത്. വമസലുല്ലദീന കഫറു കമസലില്ലദീ യൻഇഖു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ. അല്ലദീ യൻഇഖു, ഒച്ചയിടുന്നവൻ, ബഹളം വെക്കുന്നവൻ. ആരോടാണ് അവൻ ഒച്ചയിടുന്നത്, ബഹളം വെക്കുന്നത്? ബിമാ ലാ യസ്മഉ, കേൾക്കാത്തവയോടാണ്. കേൾക്കാത്തവ എന്നാൽ ഇവിടെ ഉദ്ദേശം കാലികളാണ്. കാലികൾ കേൾക്കാത്തവ എന്ന് പറയുമ്പോൾ കാലികൾ കേൾക്കും, പക്ഷേ കേവലം കേൾവി മാത്രമേ ഉള്ളൂ. വിളിക്കുന്നവൻ്റെ പദപ്രയോഗങ്ങളും പ്രയോഗങ്ങളിലെ ഉദ്ദേശങ്ങളും ഗ്രഹിച്ചു മനസ്സിലാക്കിയുള്ള കേൾവി അത് കാലികൾക്കില്ല. ഒച്ച കേൾക്കുന്നു, കേവല കേൾവിയിൽ പ്രതികരിക്കുന്നു. ചിലപ്പോൾ വിളിക്കുന്നത് തന്നെ കശാപ്പ് ചെയ്യാനായിരിക്കും. കശാപ്പിന് ഇരയാകാനാണ് താൻ ചെന്നുകൊടുക്കുന്നത്, നിന്നുകൊടുക്കുന്നത് എന്ന ബോധം പോലുമില്ലാതെ അതിനുവേണ്ടി വിളിക്കുന്നവനോട് പ്രതികരിക്കുന്ന കാലികൾ. അപ്പോൾ ഇവിടെ ബിമാ ലാ യസ്മഉ എന്ന് പറഞ്ഞാൽ കേവലം കേൾക്കാത്തവ എന്നല്ല ഉദ്ദേശം. പ്രത്യുത ഗ്രഹിച്ച് മനസ്സിലാക്കിയുള്ള ഉദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള കേൾവി എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് കുറേ വിശദീകരിക്കാൻ വിഷയങ്ങളുള്ള പ്രയോഗങ്ങളാണ്. വഴിയെ നമുക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഉദ്ദേശം പണ്ഡിതന്മാർ വളരെ ഭംഗിയായി വിശദീകരിച്ചത് പഠിക്കാനിരിക്കുന്നു. ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ, ഒച്ചയെടുക്കുന്നവൻ, ബഹളം വെക്കുന്നവൻ ദുആഇനെയും നിദാഇനെയുമല്ലാതെ കേൾക്കാത്ത മൃഗങ്ങളെയാണ്, മിണ്ടാപ്രാണികളെയാണ് വിളിക്കുന്നത് എന്നാണ്. എന്താണ് ദുആ, എന്താണ് ഈ നിദാ? ഈ ആയത്തിൽ ദഅ യദഉ, വിളിച്ചു, തേടി എന്ന അർത്ഥത്തിൽ അതിൽ നിന്നുള്ള ക്രിയാധാതുവാണ് ദുആ. പിന്നീട് അത് വിളി എന്ന, തേട്ടം എന്ന അർത്ഥത്തിൽ നാമമായി ഉപയോഗിച്ചു. അപ്രകാരം തന്നെയാണ് നാദ യുനാദി, നിദാ, അതും വിളിയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആഅൻ വനിദാഅ എന്ന് പറഞ്ഞു. ചില മുഫസ്സിറുകൾ ദുആ ഏതൊരർത്ഥത്തിലാണോ അതേ അർത്ഥത്തിൽ തന്നെയാണ് നിദാവും. തൗക്കീദിനും തഹ്ഖീഖിനും വേണ്ടി രണ്ട് പദങ്ങളെ കൊണ്ടുവന്നു. വിളിക്കുന്നവൻ നടത്തുന്ന ആ കേവല വിളി, അത് കേൾക്കുന്ന മൃഗങ്ങൾ എന്ന അർത്ഥം തരുന്നതിന് വേണ്ടി. എന്നാൽ സൂക്ഷ്മാലുക്കളായ പല പ്രാമാണികരും പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആഅൻ വനിദാഅ എന്നാണ് പറഞ്ഞത്. ദുആഅൻ വാവുൽ അത്ഫാണ്, അത് മുഗായിറത്തിനെ തേടും എന്ന് പറഞ്ഞാൽ ദുആഇൻ്റെ അർത്ഥം വേറെയാണ്, നിദാഇൻ്റെ അർത്ഥം വേറെയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് പദങ്ങൾ പ്രയോഗിച്ചു വേറെ വേറെ അർത്ഥത്തിൽ. അപ്പോൾ എന്താണ് ആ അർത്ഥങ്ങൾ? ചിലർ പറഞ്ഞു ദുആ എന്നാൽ അസിയാഹു ബിൽ ബഹായിമി ലിതഅതിയ, ദുആ കാലികൾ വരാൻ വേണ്ടിയുള്ള വിളിയാണ്. നിദാഓ അസിയാഹു ബിഹ ലിതദ്ഹബ്, കാലികൾ പോകാൻ വേണ്ടിയുള്ള തെളിയാണ്. ദുആ വിളിയാണ്, നിദാ തെളിയാണ്. മറ്റു ചിലർ പറഞ്ഞത് അദ്ദുആ ഉലിൽ ഖരീബ് വൻ നിദാ ഉലിൽ ബഈദ്, അടുത്തുള്ളവയെ വിളിക്കാനാണ് ദുആ പ്രയോഗിക്കുക, അകലത്തിലുള്ളവയെ വിളിക്കാനാണ് നിദാ പ്രയോഗിക്കുക. മറ്റു ചില മുഫസ്സിറുകൾ പറഞ്ഞത് ദുആവും നിദാവും ഇവിടെ കാലികളെ വിളിക്കാനാണ്. പക്ഷെ കാലികളിൽ മൊത്തത്തിൽ എല്ലാ കാലികളെയും വിളിക്കുമ്പോൾ ആ വിളിക്കാണ് നിദാ. ആടുകളിൽ അല്ലെങ്കിൽ മാടുകളിൽ, ഒട്ടകങ്ങളിൽ, ഒട്ടകക്കൂട്ടങ്ങൾ, ആട്ടിൻ പറ്റങ്ങൾ, അതുപോലെ മാട്, അതിൻ്റെ കൂട്ടങ്ങൾ, ഇവയെല്ലാത്തിനെയും വിളിക്കുമ്പോൾ അങ്ങനെ വിളിക്കാനാണ് നിദാ. എന്നാൽ ആട്, മാട്, ഒട്ടകങ്ങളിൽ പ്രത്യേകം പേരുള്ള, പ്രത്യേകം പരിഗണനയുള്ള മൃഗങ്ങളുണ്ടാകും. ചില മാടുകൾക്ക് പ്രത്യേകം പേരിട്ട് പരിഗണിക്കപ്പെടുന്നവയുണ്ടാകും, അവയെ പ്രത്യേകം വിളിക്കും. ഒട്ടകങ്ങളിലും ആടുകളിലുമൊക്കെ അങ്ങനെ മൊത്തത്തിൽ കാലികൾക്കില്ലാത്ത ചില പരിഗണനയും പ്രത്യേകതയും ഉള്ള കാലികളുണ്ടാവും, പേരുകളുള്ള കാലികളുണ്ടാവും. അവയെ പ്രത്യേകം വിളിക്കുക, അങ്ങനെ വിളിക്കുന്നതിനാണ് ദുആ എന്ന് പറയുക. കാലികളെ മൊത്തത്തിൽ വിളിക്കുന്നതിനാണ് നിദാ എന്ന് പറയുക. ഇങ്ങനെയൊക്കെ ദുആഇനെയും നിദാഇനെയും അതിൻ്റെ വിവക്ഷ വേർതിരിച്ച് പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട്. നിദാ ഒച്ച ഉയർത്തി വിളിക്കാൻ പ്രത്യേകമാണ്. ദുആ ഒച്ച ഉയർത്തി വിളിക്കാനും ഒച്ച താഴ്ത്തി വിളിക്കാനും ഉള്ള പ്രയോഗമാണ്. നിദാ ഒരു ശബ്ദത്തോട്
പ്രതികരിക്കാനുള്ള വിളിയാണ്. ദുആ ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിളിയാണ്. ഇങ്ങനെയൊക്കെ ദുആ വ നിദാ എന്നതിനെ അത്ഫ് ചെയ്ത് ദുആ നിദ എന്നീ രണ്ട് പദങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചതിനാൽ അതിൻ്റെ വിവക്ഷ വിശദീകരിച്ചത് തഫ്സീറുകളിലും അതേപോലെ ഭാഷാ നിഘണ്ടുക്കളിലും മനസ്സിലാക്കുവാൻ സാധിക്കും. ഏതായാലും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുകരണത്തിൻ്റെ അടിമകളായ അവിശ്വാസികളെ ചിന്തയും മനനവും ആലോചനയും നിരീക്ഷണവും തങ്ങൾക്ക് വിലക്കിയ ആളുകളെ ഉപമിക്കുന്നത് കാലിക്കൂട്ടങ്ങളോടാണ്. ആ കാലിക്കൂട്ടങ്ങൾ അവയെ വിളിക്കുന്ന, അവയെ തെളിക്കുന്ന ഇടയന്മാരുടെ ഒച്ച കേൾക്കുന്നു. കേവലം ഒച്ചക്കപ്പുറം ആ വിളിയിലും തെളിയിലുമുള്ള വിഷയമെന്ത്, വിധിയെന്ത്, പൊരുളെന്ത്, ആശയമെന്ത്, ഇതൊന്നും അവക്ക് പ്രാപ്യമല്ല, അറിയില്ല. ഇതേ അവസ്ഥയാണ് ഇത്തരം അവിശ്വാസികളുടെ അവസ്ഥ എന്നതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വ നിദാഅ. ഇതിൻ്റെ ഉദ്ദേശം നഫ്യു സമഉൽ ഫഹം അനിൽ കുഫാർ. അവിശ്വാസികളെ തൊട്ട് സമഉൽ ഫഹം, ഗ്രഹിച്ച് മനസ്സിലാക്കിയുള്ള കേൾവി, അതിനെ നിരാകരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ. വ ഇസ്ബാത്തു സമഇ സൗതി അൽ മുജറദി ലഹും. കേവലം ശബ്ദം കേൾക്കുക എന്നത് അവർക്ക് സ്ഥിരീകരിക്കുകയുമാണ് അല്ലാഹു ഇവിടെ. വബിദാലിക ജഅല അല്ലാഹു സമഅൽ കുഫാർ ബിമൻസിലത്തി സമഇൽ ബഹായിമി ലി അസ്വാതി റുആ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസിയുടെ കേൾവിയെ ഇടയന്മാരുടെ ശബ്ദങ്ങളോട് കാലിക്കൂട്ടങ്ങളുടെ കേൾവിയുടെ സ്ഥാനത്ത് നിശ്ചയിച്ചു. ഐ യസ്മഊന മുജറദൽ അസ്വാത്ത് കസംഇൽ ഹയവാൻ. കാലികൾ കേൾക്കുന്നത് പോലെ കേവലം ശബ്ദം മാത്രം അവർ കേൾക്കുന്നു. ലാ യസ്മഊന സമഅ അല്ലദീ ലാ ബുദ്ദ അൻ യകൂന ബിൽ ഖൽബി മഅൽ ജിസ്ം. ശരീരത്തോടൊപ്പം കൽബോട് കൂടിയുള്ള കേൾവി, അത് അനിവാര്യമാണ്. ആ കേൾവി അവർ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൻ്റെ യാത്ര മദീനയിൽ നിന്ന് മക്കയിലേക്ക് തുടർത്തുമ്പോൾ 2 പേർ ശ്രവണസുന്ദരമായി പാടുമായിരുന്നു, ശബ്ദമുയർത്തി ആലപിക്കുമായിരുന്നു. അതിലൊന്ന് അൽ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പുരുഷന്മാരുടെ ഭാഗത്ത്. മറ്റൊരു വ്യക്തി ഹബശക്കാരനായിരുന്ന ഒരടിമയായിരുന്നു. അദ്ദേഹം അബൂ മാരിയ അൻജഷ എന്നവരായിരുന്നു. ഒരു അടിമയായിരുന്നു അദ്ദേഹം. പുരുഷന്മാരുടെ ഭാഗത്ത് അൽ ബറാ ഇബ്നു മാലിക് കവിത ചൊല്ലും, ശബ്ദം നീട്ടി ഉയർത്തി പാടും. യാത്രയിൽ ആളുകൾക്കൊരാവേശം. അതേപോലെ യാത്രാ മൃഗങ്ങളൊക്കെ ആ ശബ്ദം കേട്ട് ചലിക്കുകയും നീങ്ങുകയും ചെയ്യും. സ്ത്രീകളുടെ ഭാഗത്ത് അൻജഷ, ഹദീസിൻ്റെ പ്രയോഗം യഹ്ദു ബിനിസാഇ വകാന ഹസന സൗത്ത് ഫഹദ. കൂടെയുള്ള സ്ത്രീകളുടെ ഭാഗത്ത് അദ്ദേഹം പാടി, സുന്ദര ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം ശബ്ദമുയർത്തി പാടിയപ്പോൾ ഫഅനഖതിൽ ഇബ്ലു എന്നാണ്, ഒട്ടകങ്ങൾ വേഗത കൂട്ടി എന്നാണ്, സ്ത്രീകളും വേഗത്തിൽ മുന്നേറി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ട് ചിരി തൂകി. എന്നിട്ട് വൈഹക് യാ അൻജഷ റുവൈദക് ലാ തക്സിരിൽ ഖവാരീർ എന്ന് പറഞ്ഞു എന്നാണ്. അൻജഷയെ വിളിച്ച് കൗതുകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവധാനതയിൽ പാടാൻ പറഞ്ഞു. സ്ഫടികങ്ങൾ ഉടക്കരുതെന്ന് പറഞ്ഞു, സ്ത്രീകളെ ഉപമിച്ചു കൊണ്ടുള്ള ഒരു പ്രയോഗം. ഇവിടെ ഞാനിത് പറഞ്ഞത് യാത്രയിൽ മീട്ടി, ശബ്ദം നീട്ടി, ശബ്ദമുയർത്തി അൻജഷ പാടിയപ്പോൾ ഒട്ടകങ്ങളുടെ പ്രതികരണം, ഒട്ടകങ്ങൾ വേഗത കൂട്ടി എന്ന് പറയില്ല, ഫഅനഖതിൽ ഇബ്ലു എന്നാണ്. കേവല ശബ്ദം കേട്ടുള്ള അവയുടെ പ്രതികരണമാണ്. അല്ലാതെ അൻജഷ പാടിയ വരികളും അതിൻ്റെ പ്രയോഗഭംഗിയും ആശയഗാംഭീര്യവും അർത്ഥസമ്പുഷ്ടിയും ഇതൊന്നുമല്ല ഒട്ടകങ്ങളെ വേഗത്തിലാക്കിയത്. കാലികൾക്കുള്ള ശബ്ദങ്ങളോടുള്ള ഈ ഒരു പ്രതികരണം, കേവലം ഒച്ച കേട്ടുള്ള ഈ ഒരു പെരുമാറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വ നിദാഅ എന്നിടത്ത് ഉദ്ദേശിക്കുന്നത്. അതെന്തിന്? അതാണ് ഇവിടെ നമ്മൾ ഏറ്റവും ഗൗരവത്തിൽ വായിക്കേണ്ട ഒരു വിഷയം. വമസലുല്ലദീന കഫറു കമസലില്ലദീ യൻഇഖു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വ നിദാഅ എന്നിടത്ത് പണ്ഡിതന്മാർ കുറേ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ അടങ്ങിയ ഒരു ഉപമയാണ് വിശുദ്ധ ഖുർആനിൽ അവിശ്വാസികളുടെ വിഷയത്തിൽ ഉപമകളുണ്ട്. അവരുടെ വിശ്വാസത്തിൻ്റെ വഴികേടിനുള്ള ഉപമകൾ നമ്മുടെ ഈ ആയത്തിൽ
പരാമൃഷ്ടമായത് അതാണ്. പിന്നെ അവരുടെ ആദർശത്തിൻ്റെ ദുർബലത, ആ വിഷയത്തിൽ ഉപമകൾ. യാ അയ്യുഹന്നാസു ദുരിബ മസലു ഫസ്തമിഉ ലഹു എന്നൊക്കെ പറഞ്ഞിട്ട് ഈച്ചയുടെ വിഷയം, ഈച്ചയുടെ ഉപമ, അത് ആദർശ ദൗർബല്യത്തിൻ്റെ വിഷയത്തിൽ ഉപമയാണ്. ഇതേപോലെ പരലോകത്ത് പരാജയവുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെയുള്ള ഉപമകൾ, അതേപോലെ കപടവിശ്വാസികളുടെ വിഷയത്തിൽ ഉപമകൾ, വിശ്വാസികൾക്കുള്ള ഉപമകൾ, ഇങ്ങനെ പല വിധത്തിൽ വിശുദ്ധ ഖുർആനിൽ ഉപമകളുണ്ട്. അവിശ്വാസിയുടെ ആദർശത്തിൻ്റെ വഴികേടും പിഴവും അതെത്രമേൽ എന്നുള്ളത് വിവരിക്കാനുള്ള ഉപമയാണ് ഇവിടെ ഈ ആയത്ത്. പക്ഷേ ഇതിൽ രണ്ട് ഉപമകളാണ്. രണ്ട് ഉപമകൾ ഉൾക്കൊള്ളിച്ചുള്ള ഒരു ഉപമ ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹാദാ മസലുൻ ദറബഹുല്ലാഹു ലിൽ കാഫിർ യസ്മഉ മാ യുഖാലു ലഹു വലാ യഅഖിൽ കമസലിൽ ബഹീമതി തസ്മഉ നഈഖ വലാ തഅഖിൽ. ഈ ഉപമ ഹാദാ മസലുൻ ദറബഹുല്ലാഹു ലിൽ കാഫിർ, അവിശ്വാസിയുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതാണിത്. അവിശ്വാസി യസ്മഉ മാ യുഖാലു ലഹു, തന്നോട് പറയപ്പെടുന്നത് കേൾക്കുന്നു, വലാ യഅഖിൽ, പക്ഷേ അവൻ ഗ്രഹിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. കമസലിൽ ബഹീമ, അവൻ്റെ ഉപമ കാലിയുടെ ഉപമ പോലെയാണ്. തസ്മഉ നഈഖ്, ഇടയൻ്റെ വിളി അത് കേൾക്കുന്നു, വലാ തഅഖിൽ, പക്ഷേ അത് ഗ്രഹിക്കുന്നില്ല. ഇമാം ഖതാദ ഇബ്നു ദആമ അസ്സുദൂസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മസലു ഹാദൽ കാഫിർ മസലു ഹാദിഹിൽ ബഹീമ, ഈ അവിശ്വാസിയുടെ ഉപമ അല്ലെങ്കിൽ വിശേഷണം ഈ കാലിയുടെ ഉപമയാണ്, വിശേഷണമാണ്. കാലി എന്ന് പറഞ്ഞാൽ അല്ലത്തി തസ്മഉ സൗത്ത്, അത് ശബ്ദം കേൾക്കുന്നു. വലാ തദ്രി മാ യുഖാലു ലഹ, എന്താണ് തന്നോട് പറയുന്നത് അത് അതിനറിയുന്നില്ല. ഫകദാലിക്കൽ കാഫിർ ലാ യൻതഫിഉ ബിമാ യുഖാലു ലഹ, തന്നോട് പറയപ്പെടുന്നത് കൊണ്ട് കാഫിർ ഉപകരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസിക്കുള്ള ഒരു ഉപമയാണ് പറയുന്നത്. ആ ഉപമ അല്ലെങ്കിൽ വിശേഷണം അതൊരു മിണ്ടാപ്രാണിയുടെ അല്ലെങ്കിൽ കന്നുകാലിയുടെ ഉപമയാണ്. ഈ ആയത്തിൽ കുറേ കൗതുകങ്ങളും അത്ഭുതകരമായ ആശയങ്ങളും ഉള്ളടങ്ങിയിട്ടുണ്ട്. അത് ഈ പറയപ്പെട്ട രണ്ട് ഉപമകളുടെ വിഷയത്തിലാണ്. ഇവിടെ കാലികളെ വിളിക്കുന്നവനെ പറഞ്ഞു, കാലികളെ പറഞ്ഞില്ല. അവിശ്വാസികളെ വിളിക്കുന്നവനെ പറഞ്ഞില്ല, വിളിക്കപ്പെടുന്ന അവിശ്വാസിയെ പറഞ്ഞു. അവിശ്വാസിയെ വിളിക്കുന്നവൻ ആര്? ഒച്ച വെക്കുന്ന, ബഹളം വെക്കുന്ന, വിളിക്കുന്ന ഇടയന്മാർ ആരെ വിളിക്കുന്നു? ഈ രണ്ട് ഉപമയിലും ഉപമയിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട ഘടകങ്ങൾ ഓരോന്ന് പറയപ്പെട്ടിട്ടില്ല. പക്ഷെ പറഞ്ഞതിൽ നിന്ന് പറയപ്പെടാത്തത് സുഗ്രാഹ്യമാണ്, സുവ്യക്തമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ ഉപമയുമായി പണ്ഡിതന്മാർ പറഞ്ഞ കുറേ സാഹിത്യ വിഷയങ്ങളും കൗതുകം തുളുമ്പുന്ന ആശയങ്ങളും ചില ചരിത്രങ്ങളുമൊക്കെ മനസ്സിലാക്കുവാനുണ്ട്, വിശേഷ ഈ ഉപമയുമായി ബന്ധപ്പെട്ട്. തുടർന്ന് ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.